അഴിക്കകത്ത് തെക്കേ ഭിത്തിയോട് ചേർന്ന് ജനത്തെ വിശ്വാസികളാക്കി സഭയോട് ചേർക്കുന്ന മാമോദീസ തൊട്ടി ഉണ്ടായിരിക്കും. ഹോമയാഗത്തിനുള്ള വസ്തുക്കൾ കഴുകുവാനായി യെരുശലേം ദേവാലയത്തിൽ തെക്ക് കിഴക്കായി അതിവിശുദ്ധ സ്ഥലത്തിന് മുൻപിൽ ഒരു കടൽ വച്ചിരുന്നു. ഇതിൽ കഴുകി ശുദ്ധമാക്കിയ യാഗവസ്തുക്കളെ മാത്രമേ യഹോവയ്ക്ക് യാഗമായി അർപ്പിച്ചിരുന്നുള്ളൂ. 2 ദിനവൃത്താന്ത പുസ്തകം 4-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്തും 4-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിലും നാം അതിൻ്റെ വിശദീകരണങ്ങൾ കാണുന്നുണ്ട്. സഭയുടെ അംഗങ്ങളാകുന്നതിന് നാം ദൈവത്തിന് പ്രിയമുള്ള ഹോമവസ്തുക്കളാകണമല്ലോ. അവയെ മാമോദീസായാൽ കഴുകി ശുദ്ധമുള്ളതാക്കിയിട്ട് യഹോവ